ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇത് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവില്ല ഈ വീഡിയോ നമ്മളൊരു മുസ്ലിം കല്യാണത്തിനുണ്ടായത് കേട്ടോ. അതായത് എൻ്റെ കുടുംബം തന്നെയാണ്, ഹസ്ബൻഡിൻ്റെ ബന്ധുവായിരുന്നു. ഇന്നലെ കല്യാണം ഉണ്ടായി, നമ്മളൊക്കെ പോയിട്ടുണ്ടായി. അപ്പോൾ രാത്രി എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ബന്ധുക്കളും കുറച്ച് അയൽവക്കക്കാർ അങ്ങനെയൊക്കെ ഉണ്ടായത്. അപ്പോൾ അല്ലാതെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, അവരൊക്കെ പോയിട്ടുണ്ടായി. അപ്പോൾ അതിന് ശേഷമാണ് ഈ ഒരു പരിപാടി ഉണ്ടായത് കേട്ടോ. അതായത് അവിടെ ചുറ്റിനും കുറേ ഗോത്രവർഗ്ഗക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ അറിഞ്ഞൂടാ, അവർ നൃത്തത്തിൻ്റെ പേരറിയില്ല, അതാട്ടോ ഉണ്ടായത്. അത് വെച്ചിട്ടുണ്ടായി, നാടൻ പാട്ട് അതൊക്കെ ഉണ്ടായി കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ മുസ്ലിംസിൻ്റെ കല്യാണത്തിന് ഞാൻ ഒരുപാട് പോയിട്ടുണ്ട്. പണക്കാരനും പോയിട്ടുണ്ട്, പാവപ്പെട്ടവനും പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു നാടൻ പാട്ടോ അല്ലെങ്കിൽ പിന്നെ വന്നിട്ട് ഇങ്ങനെ ഒരു ഗോത്രവർഗ്ഗക്കാരുടെ കളിയൊന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ലായിരിക്കുമല്ലേ. പിന്നെ അപ്പോൾ ഇത് ഭയങ്കര സന്തോഷം, അവർക്കും നല്ല സന്തോഷം. കാരണം അവരെപ്പോഴും ഒരു താഴ്ത്തിക്കെട്ടലായിരുന്നല്ലോ. ഈ സമൂഹം അങ്ങനെയാണല്ലോ, അവരൊന്നും ഒരു താഴ്ത്തിയിട്ടാണല്ലോ. നമ്മൾ വയനാടാണ് കേട്ടോ. ഈ വയനാട്ടിൽ ഗോത്രവർഗ്ഗക്കാർ കൂടുതലുണ്ട് കേട്ടോ, പിന്നെ ഒരുപാടുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ നാട്ടിൽ, എൻ്റെ വീട്ടിലവിടെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാം, ഒരു മുസ്ലിം സമുദായത്തിൽ ഇങ്ങനൊരു വിവാഹത്തിന് ഇങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്കിതൊന്നും എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ ഇതിൽ പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നി, അതപ്പോൾ ഞാൻ പോസ്റ്റ് ആക്കിയത്. പിന്നെ വന്നിട്ട് എന്താ പറയുക, ഗാനമേളമൊക്കെ നല്ല ഉണ്ടായി. ഞാൻ ഈ ഒരു ഗ്യാങ്ങിന് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് ഗാനമേളൻ്റെ. നമ്മളൊരു സ്കൂളിൽ ഇവിടെ ഒരു പരിപാടി ഉണ്ടായി, അതിന് ഇവർ വന്നിട്ടുണ്ടായി. ഇവരൊക്കെ വയനാട്ടിലുള്ള തന്നെയാണ് കേട്ടോ. പിന്നെ അപ്പോൾ അവിടെ വന്നിട്ടുണ്ടായി പരിപാടിക്ക്. അന്നും കുറേ പാട്ട് പാടി, കുറേ പാട്ട് പാടി കേട്ടോ. നല്ല രസമുണ്ടായി, നല്ല എൻജോയ് ചെയ്ത്. ഞാൻ പറയാം, നമുക്ക് വീട്ടിലെ പ്രശ്നം ഉണ്ടാക്കുന്ന ആരില്ല, നമ്മുടെ സാമ്പത്തികമായിട്ടും അല്ലാതെ ഫാമിലി പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഒത്തുകൂടി നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും മറന്നു പോകും. അത്രക്കും സന്തോഷമായിരുന്നു. നമ്മളവിടെ നിന്ന് വരുമ്പം തന്നെ ഇന്നലെ 2 മണിയായി. വരുന്ന വഴിക്ക് എന്താ വെച്ചാൽ 2-3 ആനേനെയൊക്കെ കണ്ട്. പക്ഷെ ഞാൻ കുട്ടീനെ ഉറക്കുന്ന കാരണം എനിക്കൊരു വീഡിയോ പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഞാൻ രാത്രി പോകുന്ന സമയം നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ എടുക്കും. ഒരാഴ്ച മുന്നേയൊക്കെ ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു 5-8 അതിനും കൂടുതൽ ആനയെ കണ്ടിട്ടുണ്ടായി. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ പറയാൻ, ഇത് നമ്മൾ അമ്മായിൻ്റെ മക്കളായിട്ട് ചെറുത് 2 നല്ല ഡാൻസ്, രണ്ടാൾക്ക് ഭയങ്കര സന്തോഷം. പിന്നെ നമ്മളെന്താ മാക്സിമം എൻജോയ് ചെയ്ത് സൂപ്പറായിരുന്നു. അല്ലാതെ ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, നന്നായിട്ടുണ്ടായി. എല്ലാവരും നന്നായി